അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവസാനത്തെ നിർദ്ദേശവും ഇറാൻ തള്ളി. ഇതോടെ ഈ മേഖലയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്ന തരത്തിലുള്ള രീതിയിലേക്ക് സംഭവങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇരു മേഖലയിലും അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും വൻതോതിൽ ആയുധ ശേഖരങ്ങൾ നടത്തുകയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ രീതി ഈ മേഖലയിൽ ഉണ്ടാവുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ അന്താരാഷ്ട്ര മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം സന്നാഹങ്ങൾ സംഘടിപ്പിക്കുകയും സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. ആത്മീയ നേതാവ് മുജ്തബ അലി ഖംനായി തങ്ങളുടെ നിലപാട് വളരെ കൃത്യതയോടുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. കീഴടങ്ങേണ്ട ആവശ്യമില്ല, പൊരുതി പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും, അവരെ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇസ്രായേലിൻ്റെ ഭീഷണി ചെറുക്കാൻ മാത്രം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് തന്നെ സാധിക്കും. ആ തരത്തിൽ പോകുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അവസാനമായിട്ട് പറയപ്പെട്ട 3-4 നിർദ്ദേശങ്ങൾ, അതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത്. കാര്യം ഇറാൻ സമർപ്പിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും അതിപ്പോൾ തങ്ങൾ ഒഴിവാക്കുകയാണ്, അതിലേതെങ്കിലും ഒന്ന് അംഗീകരിക്കുക എന്നുള്ള പരാമർശം പോലും ട്രംപ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വെന്റിലേറ്ററിലാണ് എന്നൊക്കെയാണ് അതിൻ്റെ പരാമർശം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് യുറേനിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് IRGC ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായിട്ട് പാലിക്കുക. അതിലൊരു പ്രശ്നം വരുന്നത്, അവരിപ്പോൾ IRGC എന്ന് പറയുന്നത് ഈ ഏറെക്കുറെ അമേരിക്കയുടെ ചട്ടകമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചില സമയത്ത് അമേരിക്കക്ക് തന്നെ ഈ യുറേനിയം കൈമാറണം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാലിക്കേണ്ടി വരും ഇറാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ കരാർ വ്യവസ്ഥയ്ക്ക് അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ 2025 ആണവായുധ കേന്ദ്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിച്ചപ്പോൾ IRGCയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇതിൻ്റെ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലെ തെഹ്റാൻ്റെ ഭാഗത്തുണ്ടായിട്ടും അതിനെ പ്രതിഷേധിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനക്കുറിപ്പ് നടത്തുകയോ തെറ്റായ പ്രവൃത്തിയാണ് അവർ ചെയ്തത് എന്ന് പറയുക പോലും ചെയ്തിട്ടില്ല. പരാമർശം പോലും, ഒരു പത്രക്കുറിപ്പിൽ ഒരു വിമർശന പരാമർശം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ പരാതി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അഥവാ IRGC എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചട്ടകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. അതിന് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അംഗീകാര കാര്യങ്ങളൊന്നുമില്ല. ഇസ്ലാമിക രാജ്യം പോലെയുള്ള രാജ്യത്തെത്തുന്ന സമയത്താണ് അവർക്ക് വൈകാരികപരമായ രീതിയിൽ ഇടപെടൽ, അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട്. ഏതായിരുന്നാലും ആ സംഭവം നടന്ന് ഏകദേശം ഒരു 10 ദിവസത്തിൻ്റെ ഇടയിൽ തന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 10 ദിവസത്തിൻ്റെ ഇടയിൽ രാജ്യം വിട്ടു പോകണമെന്നാണ്, വിസ റദ്ദ് ചെയ്തിട്ട് രാജ്യം വിട്ടു പോകണം. അങ്ങനെ അവരെല്ലാവരെയും രാജ്യത്തു നിന്ന് IRGCയുടെ ആളുകളെ പുറത്താക്കിയാണ് ഇറാൻ ചെയ്തത്. ആ വിഷയമാണ് ഇപ്പോൾ അമേരിക്ക വീണ്ടും പറയുന്നത്. അപ്പോൾ ഈ നിലപാട് അന്താരാഷ്ട്ര എനർജി ഏജൻസി IAEAയുടെ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഇനി ഈ നിലപാടിന് ശേഷം, ഈ പറയപ്പെട്ട നിലപാടിന് ശേഷം പിന്നെ പറഞ്ഞത് ഇറാൻ്റെ സൈനിക ശക്തി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര സമിതിയെ നിയോഗിക്കണം എന്നുള്ളതാണ്. അവിടെ സൈനികപരമായിരിക്കുന്ന ബലം ശക്തി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഇൻ്റർനാഷണൽ ഏജൻസി പ്രവർത്തിക്കണം. അതിന് പ്രത്യേകമായിരിക്കുന്ന സംഘം ഉണ്ടാവണം. അതിൽ അമേരിക്കയുടെ സംഘം വേണം, ചിലപ്പോൾ ഇസ്രായേലിൻ്റെ സംഘം ഉണ്ടാവും, മറ്റ് അമേരിക്കക്ക് താല്പര്യമുള്ള വിഭാഗങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം എന്ന് മാത്രമല്ല, ആഭ്യന്തരത്തിലെയും ആഭ്യന്തരമാണ് യഥാർത്ഥത്തിൽ സൈനികമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അതിലാരിടപെടുന്നു? അമേരിക്ക ഇടപെടുന്നു. അതൊക്കെ ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഒരിക്കലും ഇറാൻ സമ്മതിക്കാത്തതോ കാര്യമാണ്. അപ്പോൾ മോണിറ്ററിംഗ് സംവിധാനം നടത്തുക എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിലൊരു കണക്ക് അവർക്ക് കിട്ടും. അവർക്ക് എത്ര സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ടെന്ന് അറിയാൻ പറ്റും. അവർ എങ്ങോട്ട് നീങ്ങുന്നു, എങ്ങോട്ടാണ് വരുന്നത്, അത് പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം പറയുന്ന സമയത്ത് അൽഖ്വയ്ദ ഭീകരനായിരിക്കുന്ന ബിൻ ലാദനെ പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ച ഏറ്റവും പ്രധാനമായിരിക്കുന്ന തന്ത്രങ്ങളിലൊന്ന് ആ രാജ്യത്ത് മൊത്തം ഒരു ആരോഗ്യ പരിശോധന നടത്തി എന്നുള്ളതാണ്. അത് UN-ൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു ആരോഗ്യ ക്യാമ്പാണ്. ഏരിയകൾ വെച്ചിട്ട് അതിന് സമയം എടുത്തിട്ടുണ്ട്, 1 വർഷത്തോളം എടുത്തിട്ടുണ്ട്, 1 വർഷം അതിൽ കൂടുതലും എടുത്തിട്ടുണ്ട്. ഏരിയകൾ വെച്ച് കഴിഞ്ഞിട്ട് നടത്തപ്പെട്ടു. അപ്പോൾ ഓരോരോ ഏരിയയും നിരീക്ഷിക്കപ്പെട്ടു. അതിന് പ്രത്യേകമായിരിക്കുന്ന സംഘവും സംവിധാനം. പാകിസ്ഥാൻ ഇതൊന്നും അറിയില്ല, അല്ലെങ്കിൽ തന്നെ ഒരു പൊട്ടന്മാരാണല്ലോ. ഇതൊന്നും അറിയാത്ത രീതിയിൽ അവർക്ക് ഒപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഈ അബാട്ടാബാദ് ഏരിയയിൽ വരുന്ന സമയത്ത് അത് സൈനിക മേഖലയാണ്.
പാകിസ്ഥാൻ്റെ പ്രധാനമായിരിക്കുന്ന മിലിറ്ററി മേഖലയാണ് അബാട്ടാബാദ് എന്ന് പറയുന്നത്. ഈ ബിൻ ലാദനെ പിടികൂടിയതിന് 2 കിലോമീറ്റർ അപ്പുറമാണ് ഇവിടെ സൈനിക ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ വീടുകളുണ്ട്. ഇത് ഒറ്റപ്പെട്ട ഒരു വീടാണ്, 2 നിലയിലുള്ള ഒറ്റപ്പെട്ട വീടായിട്ടാണ് ഇതിനെ രേഖയിൽ കാണുന്നത്. അതിന് ചുറ്റുപാട് വേറെ വീടുകളുണ്ട്, കുറച്ച് വിട്ട് കഴിഞ്ഞ വീടുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ പരിശോധനയ്ക്കിടയിൽ ഈ ഒരു വീട്ടിൽ നിന്ന് മാത്രം ആളുകൾ എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. ഈ ഒരു വീട്ടിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല, പല വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. എത്താത്ത വീടുകൾ പ്രത്യേകമായ രീതിയിൽ നിരീക്ഷണം നടത്തിയ സമയത്ത് ഇതൊരു ദുരൂഹ വീട് പോലെ ആളുകൾ പുറത്തേക്ക് വരുന്നില്ല, ആളുകൾ അകത്തേക്ക് വരുന്നില്ല, എന്തെന്നൊക്കെയോ ആണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ മനസ്സിലാക്കുന്നത്. അതൊരു നോട്ട് വിട്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു വീട്ടിൻ്റെ അകത്ത് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ മുതിർന്നവരുണ്ടാവും, അവരെ പുറത്ത് 15-20 ദിവസം അല്ല 1-2 മാസം കഴിയുന്ന സമയത്തൊക്കെയാണ് അവരുടെ പുറത്തുള്ള ഗേറ്റ് തന്നെ തുറക്കല് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൾ താമസമുണ്ട്, പക്ഷേ പുറത്ത് വരുന്നില്ല, അങ്ങോട്ടാരും പോകുന്നില്ല, ഇങ്ങോട്ടാരും വരുന്നില്ല. അപ്പോൾ ദുരൂഹത ഉള്ള വീടായിട്ട് നിരീക്ഷിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പിന്നാണ് ആകാശ നിരീക്ഷണം നടത്തിയത്. റഡാർ സംവിധാനം, പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ള റഡാർ സംവിധാനത്തിന് ദൂരപരിധി എത്ര എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെയും മേലെ വിമാനം വെച്ചിട്ട് ഇതിനെ നിരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി നിരീക്ഷിക്കപ്പെട്ടുന്ന സമയത്ത് ഒരു 7 മണി സമയമൊക്കെ ആവുന്ന സമയത്ത് ഒരു ഉയരത്തിലുള്ള ഒരാൾ ഈ വീടിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടെത്തിയെന്നാണ്. അപ്പോൾ ഹൈറ്റും രൂപവും രീതിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ച സമയത്ത് അത് ബിൻ ലാദനാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സമാനമായ രീതിയിലാണ് ഇത് വരിക. ഇറാൻ്റെ സൈനിക ശക്തി മോണിറ്റർ ചെയ്യുന്നതിന് എന്ന് പറഞ്ഞാൽ 7 ലക്ഷത്തോളം റിസർവ് സൈനികരടക്കം 7 ലക്ഷത്തോളം സൈനികർ ഇപ്പോൾ ഇറാനിലുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തന്ത്രപരമായിരിക്കുന്ന പ്രവർത്തികളാണ് അവരിപ്പോൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും അമേരിക്കക്ക് നിലവിലില്ല. അങ്ങനത്തെ വല്ലാത്തൊരു സ്ഥിതിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരാണ് ഈ പ്രതിരോധ സംവിധാന കാര്യങ്ങൾ ചെയ്യുക. വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക ഇവർ നേരിട്ട് കൊണ്ടേയിരിക്കുന്നത്. ഇതാണ് അവരെ മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം. അടുത്തത് പറയുന്നത് ഹോർമസ് കടൽ അന്താരാഷ്ട്ര സമിതിക്ക് നൽകണം, അവരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. ഇറാൻ്റെ കുത്തക അവസാനിക്കും. ഒരു അന്താരാഷ്ട്ര സമിതിയെ വെച്ചിട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിലേക്ക്. നിലവിൽ അന്താരാഷ്ട്ര പാതയാണ് ഈ ഹോർമസ് കടൽ എന്ന് പറയുന്നത്. ഈ യുദ്ധം ഉണ്ടായതോടു കൂടിയാണ് നിയന്ത്രണം അപ്പാടെ ഇറാൻ ഏറ്റെടുക്കുന്നത്. അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? അതിനെ അന്താരാഷ്ട്ര സമിതിയെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്നും ഇറാൻ അംഗീകരിക്കില്ലെന്നും ഞങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ തന്ത്രപരമായിരിക്കുന്ന ചില നേക്കുപോക്കുകൾ നടത്തിയിട്ട് അതിനെ വശീകരിക്കുക അല്ലെങ്കിൽ അതിനെ ഇറാനെ ഒതുക്കുക എന്നുള്ളതൊന്നും നടക്കാൻ പോകാത്ത വിഷയമാണ്. നിങ്ങളുമായിട്ട് യുദ്ധപ്രഖ്യാപനം തന്നെ വഴിയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ കരാർ നിങ്ങൾ ലംഘിക്കുന്നു, നിങ്ങളുമായിട്ട് കരാർ ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാക്കുന്ന കരാർ നിങ്ങൾ ലംഘിക്കും. ആ തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന് അമേരിക്കക്ക് സമർപ്പിക്കപ്പെട്ട 14 നിർദ്ദേശങ്ങൾ അത് അപ്പാടെ വെന്റിലേറ്ററാണ് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക തള്ളുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമർപ്പിക്കപ്പെട്ട ഈ 3-4 നിർദ്ദേശങ്ങൾ, ഏറ്റവും ഷോർട്ടാക്കിയ രീതിയിലുള്ള 3-4 നിർദ്ദേശങ്ങൾ, അത് 4ഉം തള്ളുന്നു എന്ന് മാത്രമല്ല, തങ്ങളുടെ നിർദ്ദേശങ്ങളും നിലപാടും അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ തങ്ങൾ ചർച്ചയ്ക്കുള്ളൂ, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത്.